ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരേക്കാണ്. അവിടെ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുകയാണ്. ശ്രീജിത്തെ, രണ്ടിടങ്ങളിലായി രണ്ട് ആനക്കലികളുടെ സംഭവങ്ങൾ, അതിൽ രണ്ടുപേർക്ക് ജീവൻ നഷ്ടമാകുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സംഭവിച്ചത് എന്താണ്? ക്രിസ്റ്റീന, മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രം. അതായത് 3.5 മണിക്കൂർ അവിടെ കിടങ്ങൂരിൽ സംഹാര താണ്ഡവമാടിയ ആനയെ തളച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇന്നലെ അവിടെ വിളക്കുത്സവം നടക്കുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ നാളുകളാണിത്. വിളക്കുത്സവത്തിനായി എത്തിച്ചതായിരുന്നു ഈ വാഴ്വാടി കാശിനാഥൻ എന്ന ഈ ആനയെ. എന്തായാലും ഈ ആനയെ കൊണ്ടുവന്ന് ഇന്നലെ നിർത്തുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ഇടയുന്നൊരു സ്വഭാവം ഈ ആന കാണിച്ചിരുന്നു. അങ്ങനെ ഇത് കണ്ട് ആ പ്രദേശത്ത് തട്ടി ആനയുടെ കാലിലോ മറ്റോ തട്ടി കുറച്ച് ആളുകൾക്ക് പരിക്കേൽക്കുന്ന, 2 പേർക്കോ മറ്റോ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. അങ്ങനെയാണ് ഈ ആനയെ അവിടുത്തെ തന്നെ ദേവസ്ഥത്തിൻ്റെ പറമ്പിൽ തളച്ചിടുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ആന വീണ്ടും ഒരു സമനില തെറ്റിയതുപോലെ ഇടഞ്ഞ് അവിടുത്തെ ഒരു ഷെഡ് പൂർണ്ണമായി ആന ചവിട്ടി തല്ലിയൊക്കെ തകർക്കുന്നത്. ആന തുമ്പിക്കൈ കൊണ്ട് ചവിട്ടി വലിച്ചിടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇത് തടയാൻ ശ്രമിച്ച 2ാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചിരിക്കുന്നത്. ആന ചവിട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. നെഞ്ചിലാണ് അദ്ദേഹത്തിന് പരിക്ക്. 25 വയസ്സ് മാത്രമാണ് ആ ചെറുപ്പക്കാരൻ്റെ പ്രായം. എന്തായാലും നെഞ്ചിലാണ് ശ്രീകുട്ടനെ പരിക്കേറ്റിരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഈ ഷെഡ് ശരീരത്തിലേക്ക് വീണാണ് ഇത്തരത്തിൽ 1ാം പാപ്പാൻ അമലിന് 28 വയസ്സാണ് അമലിൻ്റെ പ്രായം. അമലിനെ പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ആനയെ എലിഫൻറ്റ് സ്ക്വാഡെല്ലാം വന്ന് അതിനുശേഷമാണ് ആനയെ തളച്ചത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം ആ മേഖലയിൽ കൂടൽമാണിക്യം അമ്പലത്തിൻ്റെ പരിസരത്ത് വലിയ വിഭ്രാന്തി പരത്തിയാണ് ഈ ആന, പരിഭ്രാന്തിയൊക്കെ പരത്തിയാണ് ആന ആ മേഖലയിലൂടെ തന്നെ തുടർന്നത്. എന്തായാലും ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട്. ആനയെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്ത്. ശ്രീതി, കഴിഞ്ഞ ദിവസവും ആനയ്ക്ക് ഇങ്ങനെ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് അതിൽ ഒരു ശ്രദ്ധയുണ്ടായില്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നോ? അങ്ങനെ വേണം ഒരുപക്ഷെ അനുമാനിക്കാം. പക്ഷേ ഇന്ന് രാവിലെ മുതൽ യാതൊരു കുഴപ്പവും ഈ ആന കാണിച്ചിരുന്നില്ല. ആന അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ആന തെല്ലൊന്ന് ശാന്തനായിട്ട് നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാമെന്നായിരുന്നു ഈ പാപ്പാന്മാരടക്കമുള്ള ആളുകൾ കരുതിയിരുന്നതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സമയത്താണ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇത്തരത്തിൽ ആന വല്ലാത്ത തോതിൽ ഇടഞ്ഞു വന്ന് ഈ ഒരു ഷെഡ്, ആ പ്രദേശത്തിനകത്തൊരു ഷെഡ് പൊളിക്കുന്നത്. അതിനുശേഷം ഈ പാപ്പാൻ തടയാൻ ശ്രമിച്ച പാപ്പാന് നേരെ പാഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരാൾക്കൊരു ജീവൻ നഷ്ടമായിരിക്കുന്നു ആനക്കരയിൽ, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ. എന്തായാലും അമിതമായ ചൂട്, അതൊക്കെയാണ് ഈ വിദഗ്ധരൊക്കെ പറയുന്ന അമിതമായ ചൂട് ആണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായി ഇനി അതെന്തെങ്കിലുമാണോ പ്രശ്നമെന്നൊക്കെ ഇനി വിദഗ്ധാഭിപ്രായം വരണം. എന്തായാലും ആനക്കലയിൽ തൃശ്ശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ, എറണാകുളം അങ്കമാലിയിൽ ഉണ്ടായ സംഭവത്തിൻ്റെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ ആന ഇവിടെ ശ്രീകുട്ടൻ എന്നൊരു പാപ്പാനെ കിഴുവാടി കാശിനാഥൻ എന്ന ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. ശരി, ശ്രീകുമാരനാണ് തൃശ്ശൂർ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അത് അസാധാരണമായ സംഭവമാണ്. മണിക്കൂറുടെ വ്യത്യാസത്തിൽ 2 വ്യത്യസ്ത ഇടങ്ങളിൽ ആനയിടഞ്ഞ് 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.